സ്ത്രീ ജന്മം പുണ്യജന്മം എന്നാണ് പറയുന്നത്. പക്ഷെ സ്ത്രീയായിട്ട് ജനിച്ചാൽ മാത്രമാണ് അവർ അനുഭവിക്കുന്ന വേദനകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാവത്തുള്ളൂ. 10 മാസം തന്നെ ഗർഭപാത്രത്തിൽ അങ്ങ് പോവും. പിന്നീട് ഒരു 5 വയസ്സ് വരെ ശിശുവായിട്ട് തന്നെ പോവും. പിന്നീട് ഒരു 12 വയസ്സ് അല്ലെങ്കിൽ 14 വയസ്സാകുമ്പോഴത്തേക്കും സ്ത്രീകൾ പ്രായപൂർത്തിയാവും. അതിനുശേഷം അവരുടെ ഹോർമോൺ ചേഞ്ചുകൾ വരും. പിന്നെ വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും. 22 വയസ്സ് വരെ പഠനകാലമായിട്ട് പോകും. കൂട്ടത്തിൽ വീട്ടിലെ ജോലികളെല്ലാം പഠിക്കേണ്ടതായിട്ട് വരും. സ്ത്രീ പ്രത്യേകിച്ച് പഠിക്കണം എന്നാണ് സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. വീട്ടുജോലികളും വീട്ടുപണികളും എല്ലാം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നാണ് മറ്റുള്ളവരുടെ ചിന്താഗതി. അത് കഴിഞ്ഞ് 22 വയസ്സായ മറ്റുള്ള എല്ലാ ആൾക്കാരുടെയും ചോദ്യം, പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിടുന്നില്ലേ, എപ്പോഴാണ് കല്യാണം എന്നൊക്കെയാണ് ആൾക്കാരുടെ ചോദ്യം. അത് സഹിക്കാൻ വയ്യാണ്ട് വീട്ടുകാർ എങ്ങനെയാലും 22 വയസ്സാകും കാത്തിരുന്ന് ആരെല്ലാം തലയിൽ അങ്ങ് കെട്ടിച്ചു വിടും. അപ്പം കാണുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ എല്ലാം തിരക്കി അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞങ്ങ് വിവാഹം കഴിച്ചു വിടും. വീട്ടുകാരെന്താണ് തിരക്കുന്നത്? ആ പയ്യന് ജോലിയുണ്ടോ? സർക്കാർ ജോലിയാണ് ഏറ്റവും നല്ലത്. ചുറ്റുപാടുണ്ടോ? കുടുംബം നല്ല വലിയ കുടുംബമാണോ? അല്ലെങ്കിൽ വീടുണ്ടോ? വലിയ വീടുണ്ടോ? ഇതൊക്കെയാണ് തിരക്കുന്നത്. പക്ഷെ ആ പയ്യൻ്റെ സ്വഭാവം എങ്ങനെയാണ്? അതല്ലെങ്കിൽ എൻ്റെ മോളുമായിട്ട് മാനസികമായിട്ട് ചേർച്ചയുണ്ടോ? പൊരുത്തപ്പെട്ട് പോവോ? അതൊന്നും നോക്കാനോ അല്ലെങ്കിൽ രണ്ടുപേർക്കും, ഒരു സ്ത്രീ ആയിക്കോട്ടെ ഒരു പുരുഷനായിക്കോട്ടെ, അവർക്ക് മാനസികമായിട്ട് അടുക്കാനുള്ളൊരു സമയം ഈ സമൂഹമോ അല്ലെങ്കിൽ ആ കുടുംബവും കൊടുക്കില്ല. എങ്ങനെയും ഒരു പയ്യനെ തലയിൽ അടിച്ചേൽപ്പിച്ച് അങ്ങ് വിടും. അതായത് കുടുംബക്കാർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പയ്യനെ. പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. കുടുംബങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ട് കല്യാണം കഴിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവരുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നീട് അവരിങ്ങനെ ഒത്തൊരുമയിൽ പോവാൻ വേണ്ടി ശ്രമിക്കും. അതിനുശേഷം അടുത്തൊരു കുട്ടിയായിരിക്കും അവരുടെ പ്രയോറിറ്റി. അതായത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രയോറിറ്റി. ഇവർ ഒന്ന് സെറ്റായോ എന്ന് പോലും ചിന്തിക്കാണ്ട് കുട്ടിയാക്ക്, അല്ലെങ്കിൽ കുട്ടിയായില്ലേ, കുട്ടിയാവാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരു കുട്ടിയാകും പിന്നീട്. അതിനുശേഷം ചിലപ്പോൾ അടുത്ത കുഞ്ഞും കൂടി ആവും. പിന്നീട് സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകൾ, ട്രോമകൾ, പ്രശ്നങ്ങൾ, കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തോ ഒരു ഉത്തരവാദിത്വമുണ്ട്. ചിലപ്പോൾ 24-25 വയസ്സിലായിരിക്കും 1-2 കുട്ടികളായി മാറുന്നത്. അപ്പോൾ ഈ കുട്ടികളെ നോക്കണം, വീട്ടുജോലികൾ ചെയ്യണം, ചിലപ്പോൾ പുറത്ത് പോയി പണി ചെയ്യാൻ വേണ്ടി അവർ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്യേണ്ടി വരും. ചില ആൾക്കാർ പറയും ജോലിക്ക് പോ, അല്ലെങ്കിൽ പൈസ ഏൺ ചെയ്തിട്ട് വാ, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ വരും. ചിലർ ജോലിക്ക് പോകാനും ഒന്നും വിടത്തില്ല. എത്ര പഠിച്ച പെൺകുട്ടികളാണെങ്കിൽ ചില ആൾക്കാർ അതിന് സമ്മതിക്കത്തുമില്ല. അങ്ങനെ ഒരുപാട് ഭാരവും ബാധ്യതയും ചെറുപ്രായത്തിൽ തന്നെ പെൺകുട്ടികളുടെ തലയിലോട്ട് വെച്ചടിച്ചേൽപ്പിക്കുകയാണ്. പക്ഷെ ഞാൻ കണ്ടെടുത്തുള്ള ആണുങ്ങൾക്ക് ഇത്രയും ഭാരമോ ബാധ്യതകളോ വരാറില്ല. അവർക്ക് ഒരു 30 വയസ്സോ അല്ലെങ്കിൽ 28 വയസ്സ് വരെ സമയം കിടക്കുവാണ്. അന്നേരമാണ് കല്യാണം ആലോചിക്കുന്നത്. അപ്പോഴത്തേക്ക് ഉത്തരവാദിത്തം വരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോഴത്തെ സൊസൈറ്റി എന്നാണ് പറയുന്നത്, സ്ത്രീയും പുരുഷനും ഈക്വൽ ആണെന്നാണ്. അപ്പോൾ സ്ത്രീകൾക്കും അങ്ങനെ തന്നെയല്ലേ ആയിരിക്കും. 28, 29, 30 വയസ്സാകുമ്പോഴല്ലേ അവർക്കും പക്വതയാവത്തുള്ളൂ. അപ്പോഴത്തേക്കല്ലേ അവരും കല്യാണപ്രായം ആയെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ സമൂഹം പറയുന്ന കേട്ട് പെട്ടെന്ന് തന്നെ പെൺകുട്ടികളെ വീട് അടിച്ച് പുറത്താക്കുന്ന പോലെ കല്യാണം കഴിപ്പിച്ച് അങ്ങ് വിടുവാണ്. ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീകൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു 22 വയസ്സിൽ അല്ലെങ്കിൽ 18 വയസ്സിലൊക്കെ കല്യാണം കഴിച്ച് വിടുന്ന പെണ്ണുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, പെട്ടെന്ന് ജീവിച്ച് വളർന്നു വന്ന ആ സാഹചര്യം അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എല്ലാവരെയും നിന്നും മാറ്റി പെട്ടെന്നൊരു പറിച്ചു നടൽ വേറെ ഏതെങ്കിലും നാട്ടിലോട്ട് അല്ലെങ്കിൽ വേറെ അറിയാൻ പാടില്ലാത്തൊരു സ്ഥലത്തേക്ക് ഒരു കുടുംബത്തിലോട്ട് ചെന്ന് കയറുന്ന ഒരു അവസ്ഥ. അവിടെ ഒന്ന് വേര് പിടിച്ച് വന്നേക്കാൻ കുട്ടികളാവും. ആ ഒരു സിറ്റുവേഷനുമായിട്ട് പെൺകുട്ടികൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഒത്തൊരുമിച്ച് പോകാൻ പറ്റത്തില്ല. ചിലർക്കൊക്കെ എങ്ങനെയും സഫർ ചെയ്തോ അല്ലെങ്കിൽ എങ്ങനെയും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പോകും. പക്ഷേ എല്ലാവർക്കും ഓക്കെ അല്ല എല്ലാവരും. ഈ പറഞ്ഞ ഇപ്പം കഴിഞ്ഞ ദിവസം മരിച്ചൊരു പെൺകുട്ടി ഇപ്പോൾ ഷാർജയിൽ, മറ്റുള്ളവർ നോക്കുമ്പോഴെന്താണ്, അവർ ഷാർജയിലാണ്, അവർ ദുബായിലോ അല്ലെങ്കിൽ ഗൾഫിലോ ഏതോ ഒരു കൺട്രിയിൽ ജീവിച്ച് വരുവാണ്, നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതല്ലെങ്കിൽ ഒരു കുട്ടിയുണ്ട്, അതല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ജോലിയുണ്ട്. എല്ലാവരും അങ്ങനെ കാണുള്ളൂ. അല്ലെങ്കിൽ 33 വയസ്സേ ഉള്ളൂ, വളരെ ചെറുപ്പം, സന്തോഷമായിട്ടിരിക്കുന്നു, ഭാര്യയും ഭർത്താവും എല്ലാം അന്യ കൺട്രിയിലാണ്, അവർ ഹാപ്പി ആയിരിക്കും എന്നാണ് ചുറ്റുമുള്ളവരെയൊക്കെ വിലയിരുത്തൽ. പക്ഷേ ഈ കുട്ടിയുടെ ആത്മഹത്യയെ തുടർന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തോട്ട് വന്നത്? ആ കുട്ടി മരിച്ചതിന് ശേഷമാണ് അവൾ അനുഭവിച്ച പീഡനങ്ങൾ, അല്ലെങ്കിൽ അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ, അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്രോമ, അതെല്ലാം പുറത്തോട്ട് വരുന്ന ആ കുട്ടിയുടെ ഒരു മരണശേഷം മാത്രമാണ്. എത്രയോ പെൺകുട്ടികൾ ഇതേ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. മക്കളെ വിചാരിച്ച് മാത്രം, അല്ലെങ്കിൽ മാതാപിതാക്കളെ വിചാരിച്ച് മാത്രം എങ്ങനെയെങ്കിലും ജീവിച്ച് പോവാം, അതല്ലെങ്കിൽ നാട്ടുകാർ അറിഞ്ഞ പ്രശ്നമാവും, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള വില പോവും എന്നൊക്കെ വിചാരിച്ച് എല്ലാം സഹിച്ച് കെട്ട് ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ എല്ലാവരും ഹാപ്പിയോ സാറ്റിസ്ഫൈഡോ ഒന്നും അല്ല. പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്നെങ്കിൽ സാമ്പത്തിക പ്രശ്നം, അതല്ലെങ്കിൽ വീട്ടുകാരെ പീഡനം, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്ത്രീധനം പോരാന്ന് പറയുന്നുള്ള പീഡനം, അതല്ലെങ്കിൽ മറ്റുള്ള ഇൻലോസിൽ നിന്നുള്ള പീഡനങ്ങൾ, ഭർത്താവിൻ്റെ ചേട്ടനോ അല്ലെങ്കിൽ ചേട്ടൻ്റെ ഭാര്യയോ, അതല്ലെങ്കിൽ അനിയത്തിയോ അനിയത്തിയുടെ ഭർത്താവോ, അല്ലെങ്കിൽ പറയുന്ന അമ്മായച്ചനോ അമ്മായിയമ്മയോ എല്ലാം തരുന്നൊരു ട്രോമ. അവർ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ, മറ്റുള്ളവർ കേൾക്കുമ്പോൾ അയ്യോ ഇത് സില്ലി മാറ്റർ, സാരമൊന്നുമില്ല, ഇതിലും വലുതായിട്ട് അനുഭവിച്ച് പോകുന്നുണ്ടല്ലോ ആൾക്കാർ, അല്ലെങ്കിൽ ഇതിലും വലുതായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു നിസ്സാരവൽക്കരിക്കും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ അമ്മയുടെ അടുത്ത് പറയുകയാണെങ്കിൽ അമ്മ പറയും അയ്യോ ഇതിലും വലുത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാ, അല്ലെങ്കിൽ ഇതിലും കൂടുതൽ എന്നെ അനുഭവിച്ചിട്ടുള്ളത്, നിൻ്റെ അച്ഛൻ എന്നെ തല്ലിയിട്ടുള്ള, അല്ലെങ്കിൽ നിൻ്റെ
നിന്നെ പ്രസവിക്കാനിരുന്നപ്പോൾ ഞാൻ പണിക്ക് പോയിട്ടിരുന്നപ്പോഴാണ് നിന്നെ പ്രസവിച്ചിട്ട്, അങ്ങനെ രീതിയിലൊന്ന് നിസ്സാരവൽക്കരിച്ച് അങ്ങ് വിടും. അതായത് ഇവർ പറയുന്ന ഇവരുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇവർ നേരിടുന്ന കാര്യങ്ങളോ ഒന്നും ഒരാളുടെ അടുത്ത് തുറന്നു പറഞ്ഞു വന്നാൽ അതിനെ വിശ്വസിക്കത്തില്ല, അല്ലെങ്കിൽ ആശ്വസിപ്പിച്ച് സാരമില്ല മോളെ നീ അങ്ങനെ തന്നെ അവിടെ വെച്ചുകൊണ്ടിരുന്നാൽ കുറച്ച് നാളായുമ്പോൾ എല്ലാം റെഡിയാവും എന്നുള്ള രീതിയിൽ നിസ്സാരമായിട്ട് അങ്ങ് വിടും. ഇതെല്ലാം പിന്നീട് ആരോടും തുറന്നു പറയാണ്ട് പെൺകുട്ടികൾ മനസ്സിൽ സൂക്ഷിക്കാൻ തുടങ്ങും. പിന്നീട് അതൊരു വലിയൊരു ഭാണ്ഡം പോലെയാവും. ഇങ്ങനെ എല്ലാം ഡംപ് ചെയ്ത് ഒരു വലിയ വേസ്റ്റ് കൂന പോലെ നിറഞ്ഞ് അതായത് ഈ ഒരു കാര്യത്തിനത് മറ്റുള്ളവരിൽ നിന്ന് നേരിടുന്ന ഈ ട്രോമയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളിൽ നിന്ന് നേരിടുന്ന ഈ പീഡനത്തിനോ ഒന്നിനൊരു പരിഹാരമില്ലാണ്ട്, ഒന്നിനും ഒരു എന്താ പറയുക, ഒരു പോംവഴി ഇല്ലാണ്ട് ആ കുട്ടി ആകെ ഞെരുക്കത്തിലാവുന്ന ഒരു സിറ്റുവേഷൻ. ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല. ലാസ്റ്റ് വേറെ ഒന്നും ചെയ്യാനില്ലാണ്ട് ചെയ്യുന്ന കാര്യമാണ് ആത്മഹത്യ. വേറെ ഒന്നും ചെയ്യാനില്ല. വീട്ടുകാരോട് പറഞ്ഞാൽ പറയാം അവിടെ നിന്നോ, ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല, നാട്ടുകാർ എന്ത് പറയും, അല്ലെങ്കിൽ കുടുംബക്കാർ എന്ത് പറയും, ഇത്രയും ചിലവാക്കി നിന്നെ വിവാഹം കഴിച്ചല്ലേ, ഇത്ര സ്ത്രീധനം നന്നല്ലേ, ഇനി നിനക്കൊന്നും വീട്ടിലില്ല, നീ ഇനി അവിടെ നിന്ന് അതാണ് നിന്റെ വീട് എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് തള്ളിവിടും. അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് എവിടെയും പോകാനില്ല. ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജോലി ചിലപ്പോൾ ശാശ്വതമാണോ? ഗവൺമെൻറ് ജോലിയൊന്നും അല്ലായിരിക്കില്ല. എല്ലാവർക്കും ഗവൺമെൻറ് ജോലിയൊന്നും അല്ല. ഗവൺമെൻറ് ജോലി ആണെങ്കിൽ പോലും പലർക്കും ധൈര്യം ഉണ്ടാവില്ല. അയ്യോ ഇനി ഒരു പെൺകുട്ടിയും കൊണ്ട് ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും, സമൂഹം എന്ത് പറയും, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്ക് ഒരു അച്ഛൻ വേണ്ടേ, അച്ഛനാന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാനെങ്കിൽ ഒരാൾ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചായിരിക്കും അവർ ആ സഫർ ചെയ്ത് അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവത്തേ ഉള്ളൂ. ഇങ്ങനെയുള്ള നിന്ന് പോകുന്ന അല്ലെങ്കിൽ സഫർ ചെയ്യുന്ന കേസുകളെല്ലാം കൂടുതലും പ്രശ്നങ്ങളിലോട്ട് കൊണ്ടുപോയി എത്തിക്കത്തേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീട്ടുകളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നതാണ് നല്ലത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടാവും. നിങ്ങളുടെ അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛൻ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി അന്നേരം നിങ്ങൾക്ക് കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ അത് നല്ലതായിരുന്നു. ചില കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ചില നമുക്ക് കിട്ടാത്ത കാര്യങ്ങളൊക്കെ, അത് നമുക്ക് വിധിക്കാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നല്ലതിനായിരിക്കും എന്ന് പറയുന്ന പോലെ പിന്നീട് അത് നിങ്ങൾക്ക് നല്ലതിനായിരിക്കും. ഇപ്പം ഈ പെൺകുട്ടി തന്നെ, ആ കുട്ടി ആ കുഞ്ഞിനെയും കൊന്ന് മരിക്കാണ്ട് ആ കുട്ടിക്കൊരു ജോലിയുണ്ട്. അവൾ എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ ജോലി എടുക്കാൻ പറ്റത്തില്ല, അവളുടെ സിറ്റുവേഷൻ വെച്ച് ഈ ഒരു 1.5 വയസ്സായ കൊച്ചിനെ വെച്ചുകൊണ്ട് അന്യ നാട്ടിൽ കിടന്ന് ജോലി എടുക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടി എന്താണ് ചെയ്യേണ്ടത്? നാട്ടിലോട്ട് തിരിച്ചു പോയി 2 കൈ നീട്ടി ചിലപ്പോൾ അവളുടെ അമ്മ സ്വീകരിച്ചേനെ. അവിടെ പോയി നിൽക്കുമായിരുന്നെങ്കിൽ ജീവനെങ്കിലും നഷ്ടപ്പെടില്ലായിരുന്നു, കുറച്ച് സമാധാനവും കിട്ടിയെന്നെ. ഈ പെൺകുഞ്ഞിനെയൊക്കെ ഒന്ന് മാറിയെടുക്കാനോ ഒക്കെ ആളുണ്ടെങ്കിൽ കുറച്ച് സമാധാനം കിട്ടും. ഈ അന്യ നാട്ടിലാവുമ്പോൾ നമുക്ക് ചെറിയ പിഞ്ചു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഉറക്കം റെഡി ആവില്ല, പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, ജോലിക്ക് പോകേണ്ടതായിട്ട് വരും. കാരണം ഭർത്താവ് ഉണ്ടായിട്ട് ഒരു സിംഗിൾ പാരൻ്റായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ആ പെൺകുട്ടിക്ക് അറിഞ്ഞെടുത്തോളം. അപ്പോൾ അതുമാത്രമല്ല, മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. അതായത് ഭർത്താവിൻ്റെ മറ്റുള്ള റിലേഷൻഷിപ്പുകൾ കാണുക, അയാളാണ് ഒരു സ്ട്രൈണനെ പോലെ ഒരാൾ, സ്ട്രൈണതയുണ്ട് അയാൾക്ക്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട ഒരു നീതി ഈ പെൺകുട്ടിക്ക് കിട്ടാണ്ടൊക്കെ ആകുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് തളർന്നു പോയിട്ടുണ്ടാവാം. ജീവിക്കാൻ ഒരു പ്രേരണ ഇല്ലാണ്ടാവുന്നൊരവസ്ഥ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഇതേ സാഹചര്യത്തിൽ കൂടെ, അല്ലെങ്കിൽ ഇത്രയും പീഡനത്തിൽ കൂടെ, അല്ലെങ്കിൽ ഇത്രയും ട്രോമ കണ്ടീഷനിൽ കൂടെയൊക്കെ നിങ്ങൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ കൂടെ കടന്നു പോകുന്ന പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഈ കടന്നു പോയ അതേ സിറ്റുവേഷനിൽ കൂടെയാണ് ഞാൻ കടന്നു പോയത്. നിങ്ങൾക്ക് എൻ്റെ ബാക്കിലുള്ള കഥകളോ അല്ലെങ്കിൽ എൻ്റെ ബാക്കിലുള്ള കുറേ സ്റ്റോറീസ് ഞാൻ ഇട്ടിട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്. നിങ്ങൾ അതൊന്നും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ കിട്ടും അതിനകത്തുനിന്ന്. ഒരാളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെയാണ് നമ്മളതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന്. ഈ ആത്മഹത്യ ഘട്ടത്തിലൂടെയൊക്കെ ഞാൻ ഒരുപാട് കടന്നു പോയ ഒരാളാണ്. അതുകൊണ്ടാണ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമോ പോകുമ്പോഴോ ആവത്തില്ല. നിങ്ങളുടെ മക്കളെ കൊന്ന് നിങ്ങൾ മരിക്കുന്നതിലൂടെ ഈ പറയുന്ന ആൾക്കാർക്ക് സന്തോഷമായി എന്നുള്ളൊരു ഫീലേ ഉണ്ടാവത്തുള്ളൂ. അവൾ ഒഴിഞ്ഞു പോയല്ലോ, കൂട്ടത്തിൽ ആ കൊച്ചും പോയി എന്നൊരു ഫീലേ ഉണ്ടാവുള്ളൂ. കുറച്ച് ദിവസം അവർക്കൊരു ടെൻഷൻ ഉണ്ടാവും, കേസാവോ വഴക്കാവോ അങ്ങനെയൊക്കെ ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതെല്ലാം നോർമലൈസ് ആയി അവരവരെ പാട്ടിനും പോകും. വേറൊരു പെൺകുട്ടിയെ കെട്ടി അവരിതുപോലെ സൂചിച്ച് ഇങ്ങനെ തന്നെ ജീവിക്കും. വേറൊരാളുടെ കൊണ്ട് ജീവൻ നഷ്ടപ്പെടും, അത്രയേ ഉള്ളൂ. അതുമാത്രമല്ല, നിങ്ങളുടെ ജീവനും പോവും, നിങ്ങളുടെ മക്കളുടെ ജീവനും പോവും. നിങ്ങളുടെ പാരൻസ് നിങ്ങളെ ഓർത്ത് മരിക്കുന്നത് വരെ കണ്ണീരൊഴുക്കി അവരുടെ വീട്ടിൽ അങ്ങനെ കരഞ്ഞ് തളർന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്ന് അകലം പാലിക്കുക. നിങ്ങളെ വേണ്ടാത്ത ഒരിടങ്ങളിൽ നിന്ന്, നിങ്ങളെ വേണ്ടാത്തൊരു വ്യക്തികളിൽ നിന്ന് നിങ്ങൾ ആദ്യമേ വേണ്ടാന്ന് വയ്ക്കുക. നിങ്ങളെ വേണ്ടാത്തവരെ നിങ്ങൾക്ക് വേണ്ട ഒരു മനസ്സിന് ധൈര്യം കൊടുക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല, മെൻ്റലി നിങ്ങൾ ഒട്ടും ഓക്കെ ആവുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറുടെ സഹായം തേടുക. അവർ നിങ്ങളെ നന്നായിട്ട് സഹായിക്കും, നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളെ മെൻ്റലി ഹെൽത്തി ആക്കേണ്ട കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയും അതെല്ലാം കേട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കുക. അപ്പോൾ അവർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റും. അതല്ലാണ്ട് എല്ലാം മനസ്സിലുള്ളിൽ ഒതുക്കി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറിയിൽ എഴുതി വെച്ച് ആരോടും ഒന്നും പറയാണ്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടില്ല.
ഒരിക്കലും നീതി കിട്ടില്ല. ഇപ്പം എത്ര ആൾക്കാരുടെ ഇപ്പം എക്സ്പീരിയൻസ് ആണ് നമുക്കറിയാവുന്നത്. ഇപ്പോൾ വിസ്മയ മരിച്ചു, ഉത്ര മരിച്ചു, കൊന്നതാണ്. ഉത്രേനൊക്കെ പിന്നെ കൊന്നതാണ്. വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ്. ഇപ്പം ദുബായിൽ തന്നെ ഒരു വ്ളോഗറായിട്ടുള്ള റിഫ എന്ന് പറയുന്ന പെൺകുട്ടി, ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണ്. ഇഷ്ടംപോലെ കേസുകൾ ഉദാഹരണമായിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം നമുക്ക് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ്, അതെല്ലാം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അനുഭവമായിട്ട് നമുക്ക് കൂട്ടി വായിച്ച് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് വിലയിരുത്താനായിട്ട് പറ്റും. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഈ മരിച്ച പെൺകുട്ടികളുടെ എല്ലാം ജീവൻ പോയി, അവരുടെ എല്ലാം ജീവിതം അവസാനിക്കുകയാണ് ചെയ്തത്. അതല്ലാണ്ട് അവർക്ക് ആർക്കും നീതി കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ആത്മഹത്യ ചെയ്താൽ ഒരു നീതിയും കിട്ടത്തില്ല. ഒരു കോടതിയും ഈ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരാളെയും ശിക്ഷിക്കുന്നൊന്നുമില്ല. അപ്പം നിങ്ങൾ അത് വലിയ ശിക്ഷയാണ് അവർക്കെന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവൻ കളയാണ്ടിരിക്കുക. നിങ്ങൾ എങ്ങനെയും സുഖമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കുക. നിങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങളുടെ മാതാപിതാക്കളുണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മക്കളുണ്ടാവും. നിങ്ങൾക്ക് അവരേ ഉള്ളൂ, അവർക്ക് നിങ്ങളേ ഉള്ളൂ. അത് മനസ്സിലാക്കി ജീവിക്കുക. അതല്ലാണ്ട് നിങ്ങളെ വേണ്ടാത്തവർക്ക് വേണ്ടി നിങ്ങൾ മരിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവും. ഇനിയിപ്പം വീട്ടുകാരില്ല, കുട്ടികളില്ല, നാട്ടുകാരില്ല, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ വീടില്ല, സ്ഥലമില്ല എന്നൊക്കെ വിചാരിച്ചാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും പോയി ഒരു ജോലി സമ്പാദിക്കുക. വീട്ടുപണിയെങ്കിലും അറിയാമെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ അറിയാവുന്ന പണി ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടംപോലെ പണികൾ കിട്ടും. ഒരു കടയിൽ ടെക്സ്റ്റൈൽസിൽ പോയി നിന്നാലും 10,000 രൂപയിലും കിട്ടും. നിങ്ങളൊരു ഹോസ്റ്റലിൽ പോയി റൂം എടുത്ത് അവിടെ നിൽക്കുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സന്തോഷം കണ്ടെത്തുക. കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും സന്തോഷം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എവിടെയെങ്കിലും യാത്ര പോവാം. അതൊക്കെ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നതാണ്, സെൽഫ് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളാണ്. എന്താണോ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് അത് ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയൊരു ഇണയിന് കിട്ടുവാണെങ്കിൽ അന്നേരം കൂടെ കൂട്ടുക. ഇതെല്ലാം നിങ്ങൾക്ക് നല്ലതിന് തന്നെയാണ്. പക്ഷെ മരിച്ചു പോവാന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതം ഇല്ല എന്നാണ് അർത്ഥം. അങ്ങനെ തോറ്റുകൂടി പോകരുത്. ഒരാളെ പേടിച്ച്, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റിനെ പേടിച്ച്, അല്ലെങ്കിൽ ഒരു സംഭവം നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും പേടിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഓടിപ്പോരുന്നതാണ് ഇനിയുള്ള പെൺകുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ ഷെയർ ചെയ്ത് തരുമ്പോൾ ആൾക്കാർ ചോദിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ ഇത് പ്രസംഗിക്കാം, അനുഭവിക്കുന്നതെല്ലാം മറ്റുള്ളവരല്ലേ? അങ്ങനെയൊക്കെ പറയുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കൂടുതലും ആണുങ്ങളാണ് അങ്ങനെ വന്ന് പറയാറ്. ഈ പറയുന്ന ഈ അമ്മായിമ്മ പോരായിക്കോട്ടെ, ചില സ്ഥലത്തൊക്കെ എന്താ പറയുക, ഹസ്ബൻഡിൽ നിന്നുള്ള പോരും കൂടിയും ചിലർക്ക് അനുഭവിക്കേണ്ടി വരും. എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു പോര് ഒന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. പക്ഷേ അമ്മായിമ്മ പോരും നാത്തൂൻ പോരും ഒക്കെ ഞാൻ നന്നായിട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും പോയില്ല. എൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്തേനെ. പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും പോയില്ല. അതുകൊണ്ട് എനിക്കൊരു മോളുണ്ട് എന്ന്, എനിക്കൊരു സന്തോഷമുള്ള കുടുംബമുണ്ട്. നാളത്തെ കാര്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ന് എങ്ങനെ ആവണമെന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. ഇന്നലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ ഇന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ മുന്നിൽ കണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക. ഇന്നലെ വരെ നിങ്ങൾക്ക് സങ്കടം ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കേണ്ട. അല്ലെങ്കിൽ എടുത്ത് ചാടി നിങ്ങൾ ആത്മഹത്യ എന്ന് പറഞ്ഞ തീരുമാനത്തിലോട്ടൊന്നും പോകരുത്. കാരണം നിങ്ങൾ മരിച്ചു, ഇപ്പം ഈ പെൺകുട്ടി ആ കുഞ്ഞിനെയും കൂടി കൊന്നിട്ടാണ് മരിച്ചത്. ചില ആൾക്കാർ കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കും, ഇവർ ആത്മഹത്യ ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. പിന്നീട് ആ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ല. നിങ്ങളില്ലാത്ത ലോകത്ത് ആ കുഞ്ഞുങ്ങൾ ഒട്ടും സേഫോ ഹാപ്പിയോ അല്ലാണ്ടാവും. അപ്പോൾ അവർക്ക് ആരുമില്ല, അനാഥത്വം ആവും അവർക്ക്. നിങ്ങളുള്ളപ്പോഴേ ആ കുട്ടികളെ ആരൊക്കെ നോക്കും, അല്ലെങ്കിൽ ആരുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നിങ്ങളും കൂടി ഇല്ലാണ്ടാവുമ്പോൾ അവരെ സ്നേഹിക്കാൻ ആരാണുള്ളത്? അവർക്ക് സംരക്ഷണം കൊടുക്കാൻ ആരാണുള്ളത്? അപ്പം മക്കൾക്ക് വേണ്ടി ജീവിക്കുക, അതിനകത്ത് സന്തോഷം കണ്ടെത്തുക. ഫ്യൂച്ചറിലോട്ട് അങ്ങോട്ട് പോകുന്നവർ നിങ്ങൾ ഹാപ്പിയായി മാറും. ഇപ്പം എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പോലും കുറച്ച് കാലം കഴിയുമ്പോൾ അത് ഉണങ്ങിപ്പോവും. എത്ര വലിയ മുറിവാണെങ്കിൽ പോലും കാലത്തിന് ഉണക്കാൻ പറ്റാത്ത മുറിവുകളൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. എല്ലാ സമയത്തും ഒരാൾക്ക് ഹാപ്പിനെസ് ഇല്ലാണ്ട് അല്ലെങ്കിൽ സന്തോഷം ഇല്ലാണ്ട് ദുഃഖിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയല്ല. ഹാപ്പിനെസ്സും സന്തോഷവും പിന്നെ ദുഃഖവും എല്ലാം അതിശയവും എല്ലാം കലർന്നാണ് ഒരു ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മാറി മാറി തിരിച്ച് വരും. അതായത് ഒരു വേവ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സന്തോഷം വരും, ചിലപ്പോൾ ദുഃഖം വരും, സന്തോഷം വരും, ചിലപ്പോൾ ദുഃഖമായിരിക്കും വരിക. അങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ വരും. ജീവിതത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്തോ ഇനിയിപ്പോൾ മുന്നോട്ട് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഒരാളുടെ ലൈഫിൽ മുന്നിൽ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ കുറച്ചൊരു സംയമനം പാലിക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് ഓടി ചെന്ന് ആത്മഹത്യ ചെയ്യാൻ ആരും നോക്കരുത്. കുറച്ചുകൂടെ ഒന്ന് സഹിച്ച് ക്ഷമിച്ച് നിൽക്കുക. നിങ്ങൾക്ക് പറ്റാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ മാറിപ്പോവാൻ നിങ്ങൾക്ക് പറ്റാത്ത വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താം. ഞാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ടോക്സിക് ആയിട്ടുള്ള എനിക്ക് പറ്റൂലാത്ത ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താണ് ചെയ്യാറ്. എന്നിട്ട് അവരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ ഞാൻ മാറിപ്പോയി നിൽക്കും. അവർ മാറിപ്പോട്ടെ, ഞാനങ്ങ് മാറിയേക്കാം എന്ന് വിചാരിച്ച് ഞാൻ മാറി നിൽക്കും. ഇപ്പം ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ കൊച്ചു കുഞ്ഞുമാണ് എൻ്റെ വീട്ടിൽ. ഞാൻ ഇപ്പോൾ ദുബായിലാണ് താമസിക്കുന്നത്. എനിക്ക് എൻ്റെ നാട്ടിൽ നിൽക്കുന്ന ഇഷ്ടമല്ല, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. കാരണം എനിക്കവിടെ സേഫല്ല, എനിക്കവിടെ സന്തോഷമില്ല. ഞാൻ എന്നും കണ്ണീര് കുടിക്കേണ്ടിയായിട്ട് വരും. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറിയാണ് നിൽക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ തരണം ചെയ്ത് ജീവിക്കുന്ന ഇഷ്ടം പോലെ സ്ത്രീകളുണ്ട്. നമ്മൾ മാത്രം നമ്മളെ ഈ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളെന്താ വിചാരിക്കുക, അയ്യോ ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഹാപ്പിയാണ്, ഞാൻ മാത്രം ഹാപ്പിയല്ല, അതുകൊണ്ട് എനിക്ക് ഇനി വേണ്ട, എനിക്ക് മടുത്തു എന്നൊക്കെ വിചാരിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ട്. അവരോടാണ്, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അവരുടേതായ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്.
നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഈ പെൺകുട്ടിയുടെ ആ കത്തൊക്കെ ഞാൻ വായിച്ചു കേട്ടോ. പെൺകുട്ടി ആത്മഹത്യ കുറിപ്പൊക്കെ എഴുതി വെച്ചിരുന്നു. അതിനകത്ത് വളരെ വിഷമം തോന്നുന്ന കാര്യങ്ങളാണ്. ഒരു മാതാപിതാക്കളൊക്കെ എങ്ങനെ സഹിക്കും എന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ വിയോഗത്തിന് ശേഷം നമ്മളിങ്ങനെ ജീവിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ. അത് ഒരാൾക്കും വരാണ്ടിരിക്കട്ടെ. ആ മാതാപിതാക്കൾക്ക്, ആ കുട്ടിക്ക് ഫാദർ ഇല്ലെന്ന് തോന്നുന്നു, ഫാദറൊക്കെ സെപ്പറേറ്റഡ് ആണെന്ന് തോന്നുന്നു, മദർ മാത്രം സിംഗിൾ മദറായിട്ട് വളർത്തിയ ഒരു മോളാന്ന് തോന്നുന്നു ഈ വിഭജിക എന്ന് പറഞ്ഞ പെൺകുട്ടി. അവരുടെ മാതാവ് കിടന്ന് കരയുന്നതും അവരുടെ വിഷമവും ഇതെല്ലാം കണ്ടപ്പോൾ വിഷമം തോന്നി കേട്ടോ, ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ആ പെൺകുട്ടി ചിലപ്പോൾ ഈ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ കാരണം ഈ പെൺകുട്ടി, അതായത് വിഭജിക എന്ന് പറഞ്ഞ പെൺകുട്ടി മരിച്ചു പോയി കഴിഞ്ഞാൽ ആ 1.5 വയസ്സുകാരിക്ക് ആരും ഉണ്ടാവില്ല, ആ കുട്ടി അനാഥ ആയി പോവും എന്നുള്ള ചിന്തയൊക്കെ കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. പക്ഷേ ഒന്ന് ഓർത്തു നോക്കി, ആ പിഞ്ചു കുഞ്ഞ് എത്രയോ കാലം ജീവിക്കേണ്ടതാണ്, എന്തൊക്കെ സന്തോഷങ്ങൾ അതിന് ഉണ്ടാവേണ്ടതാണ്. ചിലപ്പോൾ ഒരു 5 വയസ്സൊക്കെ ആകുമ്പോൾ സ്കൂളിലൊക്കെ പോയി പഠിച്ച് വലിയ മിടുക്കിയായി ഏതെങ്കിലുമൊക്കെ ഉയർന്ന പൊസിഷനിലൊക്കെ എത്തേണ്ട ഒരു മോളല്ലായിരുന്നു. അപ്പോൾ അത് ഈ 1.5 വയസ്സ്, വെറും 1.5 വയസ്സ് മാത്രമാണ് അതിന് ജീവിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായുള്ളൂ. മാത്രമല്ല ജന്മം കൊടുത്ത ആ ഒരു അമ്മ, ആ അമ്മ തന്നെ ആ കുഞ്ഞിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലേണ്ട ഒരു അവസ്ഥ, അത് എന്തൊരു അവസ്ഥയായിരിക്കും. ആ ആ മാനസിക അവസ്ഥ എന്തായിരിക്കും, ആ ഒരു സമയത്ത് ആ പെൺകുട്ടി കടന്നുപോയ മാനസികാവസ്ഥ എന്തായിരിക്കും. നമ്മൾ പ്രസവിച്ചിട്ടൊരു മോളായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ പ്രസവിച്ചൊരു കുഞ്ഞിനെ നമുക്ക് കൊല്ലാൻ പറ്റുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പോവുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു വിഷമം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ അതൊക്കെ വിഷ്വലൈസ് ചെയ്ത് നോക്കുമായിരുന്നു. എന്തൊരു കഷ്ടമായിരിക്കും അത്, എന്തൊരു ദാരുണമായിരിക്കും അത്, ആ ഒരു നിമിഷം. അതിനുശേഷം വീണ്ടും ആത്മഹത്യ ചെയ്യുക, എങ്ങനെയായിരിക്കും അതിനൊക്കെ ഒരു മനസ്സ് വരുന്നത്. ആ പെൺകുട്ടി എത്രമാത്രം തകർന്നു പോയിട്ടുണ്ടാവും. ഭർത്താക്കന്മാരാരെങ്കിലും ഈ ഒരു വോയിസ് എൻ്റെ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ ഭാര്യ അവിടെ സേഫാണോ, നിങ്ങളുടെ ഭാര്യ സന്തോഷവതിയാണോ, എന്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ പങ്കാളിയല്ലേ, കുറ്റവാളിയൊന്നും അല്ലല്ലോ, നിങ്ങളുടെ പങ്കാളിയാണ്, നിങ്ങളുടെ കൂട്ടുകാരിയെ പോലെ പരിഗണിക്കണം അവരെ. ജസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ ഹാപ്പിയാണോ, വേറൊരു വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയാണ്, ചിലപ്പോൾ പണമോ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് വലിയ സൗകര്യങ്ങളോ അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലിരുത്താനോ ഒന്നും പറ്റില്ലായിരിക്കാം. പക്ഷെ സാരമില്ല, അവർ ഹാപ്പിയാണോ, കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ കൊടുക്കാം. എപ്പോഴും അടിയും തല്ലും വഴക്കും ഒക്കെ ആക്കി അവരെ വെറുതെ മാനസികമായിട്ട് വിഷമിപ്പിക്കരുത്. വേറൊരു വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയാണ്, നിങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ, നിങ്ങളുടെ വീടുമായിട്ട് നിങ്ങളുടെ സാഹചര്യമായിട്ടൊക്കെ പൊരുത്തപ്പെടാൻ കുറച്ച് സമയം കൊടുക്കണം അവർക്ക്. കുറച്ച് സമയം കൊടുത്ത് നോക്ക്, അവർ മാറും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ മാറും. എല്ലാ ബന്ധങ്ങളും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് അങ്ങോട്ട് കയറി വരുമ്പോൾ അങ്ങ് ഒട്ടി തേനീച്ച പോലെ ആവത്തൊന്നുമില്ല. കുറച്ച് സമയം പോകെ നിങ്ങളുടെ രീതിക്ക് അവർ വരും. ഇപ്പം അമ്മായിയമ്മയാണെങ്കിലും അമ്മായച്ചനാണെങ്കിലും നാത്തൂമാരാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കുറച്ച് സമയം കൊടുത്ത് നോക്ക്, അവർ നിങ്ങളെക്കാൾ നല്ല മിടുക്കികളായിട്ട് വരും. ഭാര്യമാരെ കുറച്ചൊക്കെ പരിഗണിക്കുക ഭർത്താക്കന്മാർ. അവരുടെ മാനസിക അവസ്ഥ എന്താണ്, അവർ കടന്നു പോകുന്ന അവസ്ഥ എന്താണ്. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമതിൻ്റെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ട് പെൺകുട്ടികൾക്ക്. അതുമാത്രമല്ല, നിങ്ങളുടെ അമ്മയായിരിക്കാം, അതേസമയം നിങ്ങളുടെ ഭാര്യയാണ്, പുതിയൊരു പെൺകുട്ടി വന്ന് വീട്ടിലോട്ട് കയറിയേക്കുവാണ്. അവരെ പെട്ടെന്ന് തന്നെ എല്ലാം പഠിക്കണം, എല്ലാം പഠിച്ച് അത് വേലക്കാരികളോട് പെരുമാറുന്ന പോലെ ദയവായിട്ട് പെരുമാറാണ്ടിരിക്കുക. പോകെ അവിടുത്തെ ആ ഒരു വീടും അറ്റ്മോസ്ഫിയറൊക്കെ ആയിട്ട് ആ പെൺകുട്ടി സിങ്ക് ആയിക്കോളും. നിങ്ങളിങ്ങനെ തല്ലി പഠിപ്പിക്കണ്ട, അവരങ്ങനെ സിങ്ക് ആയിക്കോളും. അതുകൊണ്ട് കുറച്ച് സപ്പോർട്ട്, ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി എല്ലാം സപ്പോർട്ടും കൂടിയും കൊടുക്കണം സ്ത്രീകൾക്ക്. പുരുഷന്മാരുടെ സപ്പോർട്ട് വേണം. ഒരു ഭാര്യയായിട്ട് ഒരു പുതിയ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ശരിക്കും വേണ്ടത് ആ ഒരു ഭർത്താവിൻ്റെ സപ്പോർട്ടാണ്. ഭർത്താവിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പകുതി പ്രശ്നങ്ങളൊക്കെ മാറും. ഇനി അമ്മായിയമ്മയോ അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മ, നിങ്ങളുടെ അമ്മയായിരിക്കുമല്ലോ, ഭർത്താവിൻ്റെ അമ്മ, അതായത് അമ്മ ഒരുപാട് കാര്യത്തിലോട്ട് ഇടപെടുവാണ്, അല്ലെങ്കിൽ പെങ്ങൾ ഒരുപാട് കാര്യത്തിലോട്ട് നിങ്ങളുടെ പേഴ്സണലായിട്ട് ഇടപെടുവാണ്. അതിൽ പറയുന്ന പോലെ ഒരു ചേട്ടൻ ഉണ്ടെങ്കിൽ ചേട്ടൻ ഇടപെടുവാണ്, അല്ലെങ്കിൽ അനിയൻ ഉണ്ടെങ്കിൽ അനിയൻ ഇടപെടുവാണ്. അങ്ങനെയുള്ളവരെ ദയവായിട്ട് നിങ്ങളുടെ ദാമ്പത്യ കാര്യത്തിൽ ഇടപെടുന്നതിൽ നിന്ന് ഒഴിവാക്കേണ്ട ബാധ്യത ഭർത്താവിനുള്ളതാണ്. അതല്ലാണ്ട് കയറി വരുന്ന പെണ്ണുങ്ങൾക്കുള്ളതല്ല. ചില ഭർത്താക്കന്മാർ പഴമൊഴിങ്ങളെ പോലെ ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് കയറി വന്ന പെൺകുട്ടി ഷൗട്ട് ചെയ്യേണ്ടി വരും. ആദ്യമൊക്കെ ചിലപ്പോൾ ക്ഷമിക്കുമായിരിക്കും, പിന്നീട് അവളുടെ ശബ്ദം അങ്ങോട്ട് ഉയർന്നു തുടങ്ങും. നിങ്ങളൊന്നും അധികം കാര്യത്തിലോട്ട് ഇടപെടണ്ട, ഇത് ഞങ്ങളുടെ കാര്യമെന്ന് പറയും. അന്നേരം ആ പെൺകൊച്ചാവും കുറ്റക്കാരി. അയ്യോ അവൾ ഇന്ന് വന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്നലെ വന്നേ ഉള്ളൂ, അപ്പത്തേനും അവളുടെ തല പൊങ്ങി തുടങ്ങി, അതായത് തലയിരിക്കുമ്പോൾ വാലാടി തുടങ്ങി എന്നൊക്കെ പറയുന്ന രീതിയിലോട്ട് മാറും. അതുകൊണ്ട് ഭർത്താക്കന്മാർ വെറും ഉണ്ണാക്കന്മാരായിട്ട് ഇരിക്കാണ്ട് എന്തെങ്കിലും വായ തുറന്ന് പറയുക, നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട, ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങളുടെ കാര്യങ്ങളാണ് എന്ന് നല്ലതായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നിങ്ങളായിട്ട് ജീവിക്കുക. എന്നും അമ്മയോ അല്ലെങ്കിൽ ആങ്ങളെയോ പെങ്ങളോ ഒന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എല്ലാ കാര്യത്തിനും. ലാസ്റ്റ് സമയമാകുമ്പോഴത്തേക്കും ഉണ്ടാവുന്നത് ഭാര്യ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ചുറ്റുപാടിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പം നിങ്ങളുടെ അച്ഛൻ്റെ കാര്യം തന്നെ നിങ്ങൾ എടുത്തോ. നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അവസാന കാലം വരെ, അല്ലെങ്കിൽ ഇത്ര കാലം വരെ അതേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും. ഈ പറഞ്ഞു തരുന്ന അമ്മായിമ്മ മരുമോളെ കുറിച്ച് കുറ്റം പറയുമ്പോഴോ അല്ലെങ്കിൽ മരുമോൾ അമ്മായിമ്മനെ കുറിച്ച് പറയുമ്പോഴോ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് വഴക്ക് മൂപ്പിക്കാണ്ട് നിങ്ങൾ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇനി ഒന്നും പറ്റുന്നില്ല, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ജീവിക്കാൻ പറ്റില്ല, ഒരു സ്ഥിതിയും ഇല്ല, എല്ലാത്തിലും ഇടപെടാൻ നിൽക്കുകയാണ്, എല്ലാ കാര്യത്തിലും ഇടപെടുവാണ്, എല്ലാ പേഴ്സണൽ കാര്യത്തിലും ഇടപെടുവാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു വീടെടുത്തിട്ട് മാറിപ്പോവുക.
അതാണ് വേണ്ടത്. അല്ലാണ്ട് അവിടെ നിന്ന് പൂച്ചയും പട്ടിയും കടി കൂടും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടി കൂടിക്കൊണ്ട് ഇരിക്കാണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നാട്ടുകാരും കൂടി ഇടപെടാൻ തുടങ്ങും, പിന്നെ കുടുംബക്കാരും കൂടി ഇടപെടാൻ തുടങ്ങും. അപ്പം ലാസ്റ്റ് എന്താവുക, ഒന്നെങ്കിൽ ഡിവോഴ്സ് ആവും, അല്ലെങ്കിൽ രണ്ടിലൊരാൾ മരിക്കേണ്ട അവസ്ഥ വരും. ഇതിപ്പോൾ കണ്ടില്ലേ ഈ പെൺകുട്ടിയുടെ കാര്യം. ഈ പെൺകുട്ടി ഇപ്പോൾ കുഞ്ഞിനെ കൊന്നിട്ട് മരിക്കാൻ ഏറ്റവും വലിയ പ്രധാന കാരണം നാത്തൂനാണ്. നാത്തൂൻ്റെ അമിതമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിലോട്ടുള്ള ഇടപെടലാണ് ഈ പെൺകുട്ടീനെ ഈ വലിയ കടുങ്കൈ ചെയ്യിപ്പിച്ചത്. ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ ഒരു സമയത്ത് പോലും ഈ പെൺകുട്ടിയായിട്ട് അറ്റാച്ച് ആയിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ല. 1.5 വയസ്സേ ഉള്ളൂ പ്രസവം കഴിഞ്ഞിട്ട്, 1.5 വയസ്സേ ഉള്ളൂ. അതായത് മാർച്ച് 26 ആയപ്പോഴത്തേക്കും ആ പെൺകുഞ്ഞിനെ, അതായത് ഭൈരവി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് കേട്ടോ, ആ വിഭജികയുടെ മകളായിട്ടുള്ള പെൺകുട്ടിയുടെ പേര് 1.5 വയസ്സുകാരിയുടെ പേര് ഭൈരവി എന്നാണ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഏകദേശം 1.5 വയസ്സേ ആയിട്ടുള്ളൂ. അതായത് മാർച്ച് 26 ആകുമ്പോഴത്തേക്കും ആ പെൺകുട്ടിക്ക് 1.5 വയസ്സ് തികയുന്നുള്ളൂ. അപ്പോൾ ഈ പെൺകുട്ടി ഇപ്പോൾ പ്രസവിച്ചിട്ട് ഇപ്പോൾ 1.5 വർഷമായി എന്നല്ലേ അതിനർത്ഥം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഭർത്താവിന് നല്ല സപ്പോർട്ട് കിട്ടേണ്ട സമയമാണ്. ഇവരൊന്നും അടുത്തിരിക്കാൻ പോലും സമ്മതിക്കത്തില്ല. ഏകദേശം 8 മാസങ്ങളായിട്ട് ഇവർ പിരിഞ്ഞ് താമസിക്കുകയാണെന്നാണ് പറയുന്നത്. കാരണം പറയുന്നത് ഈ നാത്തൂൻ്റെ അധികമായിട്ടുള്ള ഇടപെടൽ, അതുപോലെ തന്നെ അമ്മായച്ചൻ്റെ അധികമായിട്ടുള്ള ഇടപെടൽ. ഇവർക്ക് ആകെ വേണ്ടത് പണം മാത്രമാണ്. സ്ത്രീധനം വേണം, പണം വേണം. ഈ പെൺകുട്ടിയും കൂടി ജോലിക്ക് പോകുന്ന പൈസയും കൂടി ഇവർക്ക് വേണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും പണവും എല്ലാം മാത്രം മതി. അതായത് ഈ പെൺകൊച്ചിനൊരു 1.5 വയസ്സായ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനെ പോലും ഒന്ന് എടുത്തു നോക്കാനോ അല്ലെങ്കിൽ അതിനൊന്ന് സ്നേഹിക്കാനോ ഒന്നും ഈ പറയുന്ന അമ്മായച്ചനും തയ്യാറല്ല, ഭർത്താവെന്ന് പറയുന്ന ഈ ഒരു കോന്തനും തയ്യാറല്ല. അതാണ് ആ പെൺകുട്ടി നേരിടുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഈ കുട്ടി ഈ വലിയൊരു കടുങ്കയിലോട്ട് എത്തിച്ചതെന്ന് പറഞ്ഞാൽ. ചില വീട്ടിൽ അങ്ങനെയുണ്ട്. ഇപ്പോൾ 2 മക്കളുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മകൻ അല്ലെങ്കിൽ മകൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ആ ആൺകുട്ടിയായിരിക്കും വലുത്. അതായത് പേരക്കുട്ടികളിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടിയായിരിക്കും വലുത്. ഈ പെൺകൊച്ചിൻ്റെ അവരുടെ കണ്ണിൽ നിർഭാഗ്യം എന്ന് പറഞ്ഞോളാം, ഈ പെൺകുഞ്ഞൊരു പെൺകുട്ടി തന്നെയായിരുന്നു ഭൈരവി എന്ന് പറയുന്നത്. അപ്പം അതിനൊന്ന് എടുത്ത് നോക്കാൻ പോലും തയ്യാറല്ല. പകരം നിതീഷ് എന്ന് പറയുന്ന ഇവൻ്റെ പെങ്ങളുടെ ഒരു മോനായിരുന്നു. അപ്പം ആ മോൻ എന്ന് പറഞ്ഞ് ഇവനടക്കം, അതായത് ഈ നിതീഷ് എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ഭർത്താവ് അടക്കം എൻ്റെ മോൻ എന്നുള്ള മട്ടിൽ ആ ഒരു ആൺകുട്ടിയാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ ഒരു പെൺകുഞ്ഞുണ്ട്, അതായത് ഈ നിതീഷ് എന്ന് പറയുന്ന ഇവനൊരു പെൺകുഞ്ഞുണ്ട്, അതുപോലും പരിഗണിക്കാണ്ട് വന്നപ്പോൾ ഈ ഒരു പെൺകുട്ടി മാനസികമായിട്ട് ആകെ തകർന്നു. പക്ഷേ ഈ ഒരു കുട്ടി ഇങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്. ഇപ്പോൾ കേസ് ലീഗൽ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടിയിട്ട് വരും. ഇനിയിപ്പോൾ ഡിവോഴ്സ് കിട്ടിയില്ല, ഡിവോഴ്സിന് പോയില്ലെങ്കിലും വേണ്ടില്ല, ഒരു കാര്യം ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് തന്നെ ജീവിക്കുമല്ലേ. ഈ പെൺകുട്ടി ഈ കുട്ടിയുടെ ജീവിതം നോക്കി ജോലിക്കും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ് ചെയ്യണം. ഇങ്ങനെയുള്ളവന്മാരെ എങ്ങനെയും പോട്ടെന്ന് വിചാരിക്കണം. എന്നിട്ട് ഡിവോഴ്സ് ഫയൽ ചെയ്തതിന് ശേഷം എന്താണോ കോമ്പൻസേഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ കൊടുത്ത പൈസ എന്തൊക്കെയാണോ അതൊക്കെ തിരിച്ച് മേടിക്കുക. മാത്രമല്ല ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള പൈസയും കൂടി മേടിച്ചിട്ട് ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് ഇട്ട് ആ കുഞ്ഞിനെ നോക്കി ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് ആത്മഹത്യ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഇവരൊക്കെ എക്സ്പോസ് ചെയ്യണം. നിയമത്തിൻ്റെ മുമ്പിൽ മാത്രമല്ല സമൂഹത്തിൻ്റെ മുമ്പിലും കൂടി ഇവരെ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്ത് നാണം കെടുത്തുകയാണ് വേണ്ടത്. എന്നിട്ട് പുതിയൊരു ജീവിതമോ അല്ലെങ്കിൽ പുതിയൊരു പാർട്ണറോ ഒക്കെ ആയിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് ഇതേ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരാളും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. നമ്മൾ തോറ്റു കൊടുക്കരുത്. നമ്മൾ തോറ്റു കൊടുക്കുന്നതിന് തുല്യമാണ് നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ ആരും രക്ഷിക്കാൻ വരത്തില്ല. ഈ സിനിമയിലൊക്കെ ചിലപ്പോൾ കാണാറുണ്ടാവുമല്ലോ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഫാനിനകത്തോ അല്ലെങ്കിൽ വിഷം കഴിക്കാൻ വേണ്ടി നമ്മൾ എടുത്തു പിടിക്കുന്നു, അന്നേരം ഏതോ ദൈവദൂതനെ പോലെ ഒരാൾ വന്ന് നമ്മളെ രക്ഷിച്ച് പിന്നെ അയാൾക്ക്, അതായത് ചിലപ്പോൾ ഭർത്താവായിരിക്കും വരുന്നത്, എന്നിട്ട് അവർക്ക് നമ്മളോട് സ്നേഹം തോന്നി നമ്മളെ ജീവിതത്തിലോട്ട് തിരിച്ച് കൊണ്ടുവന്ന് അവർ പിന്നെ നന്നായി. അതൊക്കെ സിനിമയിൽ കാണുന്ന ക്ലീഷയാണ്. അതൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല. നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മാത്രം നല്ല സ്ട്രൈറ്റ് ആയിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാത്രമേ ഉള്ളൂ ചിന്തിക്കാൻ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാത്രം നല്ലത് പ്രവർത്തിക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടി പോയി നിങ്ങളുടെ മാതാപിതാക്കളുണ്ടാവും. എല്ലാവരും എല്ലാ മാതാപിതാക്കളും എല്ലാ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരും അല്ല. അപ്പോൾ അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞു തരാൻ ഒരു നല്ല കൂട്ടോ കുടുംബമോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളേ ഉള്ളൂ ഈ വന്ന കാലത്ത് ചിന്തിക്കാൻ. അപ്പം നന്നായിട്ട് ചിന്തിക്കുക, നല്ല തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭാവി, നല്ലൊരു ദാമ്പത്യ ജീവിതം എല്ലാം ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.